ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ചെടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു നാച്ചുറലായിട്ടുള്ള ഒരു വളത്തിനെ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത്. നമുക്ക് ₹1 പോലും ചിലവില്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി ചെടികൾക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പം ഇനി ചൂട് സമയമൊക്കെ ആയതുകൊണ്ട് ചെടികൾ പെട്ടെന്ന് ഡ്രൈ ആവാനും അതേണക്ക് ഇലകൾക്കൊക്കെ ഒരു ഉഷാറില്ലാതെ നിൽക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഈ വളം കൊടുത്താൽ ചെടികൾക്കൊരു പ്രത്യേക ഉന്മേഷവും ഒരു ഉഷാറും ഒക്കെ ഉണ്ടാവും. സാധാരണ പ്ലാന്റിനെക്കാട്ടി കൂടുതൽ നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് ഈ വളം ഏറ്റവും പ്രയോജനപ്പെടുന്നത്. ഓർക്കിഡിൻ്റെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു തൈകളൊക്കെ നല്ല ഉഷാറായിട്ട് വളരാനും പെട്ടെന്ന് വേര് വരാനും അവർ നല്ല രീതിയിലൊന്ന് പുഷ്ടിപ്പെടാനും ഒക്കെ നമുക്ക് ഈ വളം ഉപയോഗിക്കാം. ഇനി ഉണക്ക് സമയമായതുകൊണ്ട് NPK വളങ്ങൾ കൊടുക്കുന്നതിലും കൂടുതൽ നല്ലത് നാച്ചുറലായിട്ടുള്ള വളങ്ങൾ ഓർക്കിഡിനും മറ്റ് ചെടികൾക്കും കൊടുക്കുന്നതായിരിക്കും നല്ലത്. NPK വളങ്ങൾ കൊടുത്താൽ പെട്ടെന്ന് അവർ അത്ര ഒരു ഉഷാറായിട്ട് വരത്തില്ല. പക്ഷേ നമ്മൾ നാച്ചുറൽ വളങ്ങൾ കൊടുത്താലായിരിക്കും ഇനി ചെടികളൊക്കെ നല്ല ഉഷാറായിട്ട് വരുന്നത്. സാധാരണ ചെമ്പരത്തിയും റോസും ഒക്കെ പ്രൊപ്പഗേഷൻ എടുക്കുമ്പം പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടാനായിട്ട് ചെമ്പരത്തിയുടെയും റോസിൻ്റെയൊക്കെ തണ്ട് വെട്ടി ഈ അലോവേര ജെല്ലിനകത്ത് മുക്കി നടാറുണ്ട്. അങ്ങനെ അലോവേര ജെല്ലിനകത്ത് അതിൻ്റെ ചൂട് മുക്കി നടുമ്പം പെട്ടെന്ന് വേരുകൾ വരും. അതുപോലെ നമുക്ക് ഓർക്കിഡിനും ഇതുപോലെ പെട്ടെന്ന് വേര് വരാനായിട്ട് അലോവേര എടുത്ത് ഇതുപോലെ ചെറിയ പീസുകളാക്കി മിക്സിയിൽ നല്ലോണം അരിച്ച് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. പീസാക്കി ഇപ്പം ഈ തോടും അല്ലെങ്കിൽ നമുക്ക് തോട് മാറ്റിയിട്ട് ഇതിൻ്റെ ജെല്ല് മാത്രം എടുത്ത് അരച്ച് നല്ല രീതിയിൽ അരച്ചെടുത്ത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഈ തോല് മാറ്റി ജെല്ല് മാത്രം എടുക്കുമ്പം നമുക്ക് കുറച്ചുകൂടെ സ്പ്രേ ചെയ്യാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ നമുക്ക് സാധാ ഒരു അരിപ്പിനകത്ത് അരിച്ചെടുത്താൽ മതി. ഈ തോട് കിടക്കുമ്പോഴും കുറച്ചുകൂടെ നമുക്ക് നല്ല രീതിയിൽ അരിച്ചെടുക്കണം. അതുപോലെ നമ്മൾ നാച്ചുറൽ വളങ്ങൾ ഏത് കൊടുക്കുമ്പോഴും അതിനകത്ത് 1-2 ഗ്രാം സ്യൂഡോമോണസ് ചേർക്കുന്നത് നല്ലതാണ്. എന്തെങ്കിലും ഫംഗസ് ബാധ ആ പ്ലാന്റിനുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പ്രത്യേകം ഫംഗിസൈഡ് കൊടുക്കേണ്ടെന്ന് ആവശ്യം വരുന്നില്ല. രണ്ടും കൂടെ നമുക്ക് ഒരുമിച്ച് കൊടുക്കാനായിട്ട് പറ്റും. അതിനൊരു വളവും ഒരു ഫംഗിസൈഡും കൂടെ ഒരുമിച്ച് പ്ലാന്റിന് ചെല്ലും. ഈ അലോവേര ജെല്ല് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരാഴ്ച കഴിയുമ്പോൾ നമ്മൾ പ്ലാന്റിനെ നോക്കിയാൽ പ്ലാന്റിനൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വേരും നല്ല ലീഫൊക്കെ നല്ല പച്ച കളറിൽ നല്ല ഉഷാറായിട്ട് നിൽക്കുകയും അതുപോലെ തന്നെ നല്ല മെച്ചുറായിട്ടുള്ള പ്ലാന്റിന് ഇത് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിയുമ്പം പെട്ടെന്ന് ഫ്ലവർ ഉണ്ടാവാനും ആ വരുന്ന ഫ്ലവർ തന്നെ നല്ല വലിയ സ്പൈക്കിൽ ഓർക്കിഡിനകത്തൊക്കെ നല്ല വലിയ സ്പൈക്ക് വരാനും അത് ഏത് പ്ലാന്റ് ആയാലും നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കാനായിട്ട് ഈ ഒരു വളം നമുക്ക് കൊടുക്കാം. ഒരു ചിലവും ഇല്ല, പ്രത്യേകിച്ച് പൈസ ചിലവില്ല, നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ്. നമ്മുടെ വീട്ടിൽ തന്നെ മിക്കവരുടെയും വീടുകളിൽ കറ്റാർ വാഴ കാണും. അന്നേരം കുറച്ച് ചെടികളൊക്കെ കുറച്ച് ഓർക്കിഡൊക്കെ വളർത്തുന്നവർ പോയി വേറെ വളം മേടിക്കേണ്ടെന്ന് ആവശ്യമില്ല. ഇത് നമുക്ക് ആഴ്ച 2-3 ദിവസം കൊടുത്താലും കുഴപ്പമില്ല. അങ്ങനെ നമുക്ക് ഉണക്ക് സമയങ്ങളിൽ ചൂട് സമയങ്ങളിൽ പ്ലാന്റിന് കൊടുക്കാൻ പറ്റിയ നല്ലൊരു വളമാണ്. അങ്ങനെ നമുക്ക് നല്ല രീതിയിൽ പ്ലാന്റിന് കൊടുക്കാം. ഈ അലോവേര ജെല്ല് പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളരും, നല്ല രീതിയിൽ പൂക്കളും ഉണ്ടാവും, ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയും ചെയ്യും. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ഈ അലോവേര ജെല്ല് കൊണ്ടുണ്ട്. അപ്പം നമ്മുടെ ചെടികളുടെ നല്ല രീതിയിലുള്ള വളർച്ചയ്ക്കും നല്ല രീതിയിൽ പൂക്കളുണ്ടാവാനും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. താങ്ക്